ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. ജയ് ശ്രീറാം. വാൽമീകി രാമായണം ഉത്തരകാണ്ഡം. കിരീടധാരണത്തെ തുടർന്ന് രാമനെ നേരിട്ട് കാണുവാനും അദ്ദേഹം ലങ്കയിൽ വച്ചു നേടിയ ശ്രേഷ്ഠ വിജയങ്ങൾക്ക് അനുമോദനം അർപ്പിക്കുന്നതിനുമായി നിരവധി മഹർഷിമാർ അയോധ്യയിൽ എത്തിച്ചേർന്നു. സപ്തഋഷികൾ വസിഷ്ഠൻ, കശ്യപൻ, അത്രി, വിശ്വാമിത്രൻ, ഗൗതമൻ, ജമദഗ്നി, ഭരദ്വാജൻ, കൗശികൻ, കണ്വൻ, അഗസ്ത്യൻ, ധൗമ്യൻ തുടങ്ങിയവരെല്ലാം അക്കൂട്ടത്തിലുണ്ടായിരുന്നു. രാമൻ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് അവരെ അത്യാദരപൂർവ്വം സ്വീകരിച്ച് കൂപ്പുകൈകളോടെ നിന്നു. എല്ലാ മഹർഷിമാർക്കും വിശിഷ്ടമായ പീഠങ്ങൾ നൽകി. സർവ ആതിഥ്യ മര്യാദകളും യഥാവധി പാലിച്ചു അദ്ദേഹം. കുശലപ്രശ്നങ്ങൾക്കു ശേഷം ഋഷിമാർ രാമനോട് ഇപ്രകാരം ചൊല്ലി: രാമ, അങ്ങ് ഭൂജാതനായി നടത്തിയ മായാവിലാസങ്ങൾ ഞങ്ങളെ ഏവരെയും അങ്ങേയറ്റം സന്തുഷ്ടനാക്കിയിരിക്കുന്നു. രാവണനെ വധിക്കുകയാൽ ഞങ്ങൾക്കുണ്ടായ ആശ്വാസവും സന്തോഷവും അവർണ്ണനീയമാണ്. കാരണം രാവണൻ ഈ ലോകത്തിനാസകലം ഒരു ഭീഷണിയായിരുന്നു. രാവണൻ മാത്രമല്ല, മറ്റനവധി രാക്ഷസന്മാർ ഖരൻ, മാരീചൻ, കുംഭകർണൻ, അതികായൻ, നികുംബൻ, കുംഭൻ തുടങ്ങിയവരെല്ലാം തന്നെ സർവ്വജീവജാലങ്ങളെയും സംഭീതരാക്കി വാഴുകയായിരുന്നു. അവരെയെല്ലാം ഭൂമുഖത്ത് നിന്ന് തുടച്ചു മാറ്റിയതിന് ഞങ്ങൾ അങ്ങയോട് കടപ്പെട്ടിരിക്കുന്നു. എങ്കിലും അതുല്യനായ ഇന്ദ്രജിത്തിനെ വധിച്ചതിനാണ് ഞങ്ങൾ അങ്ങയോട് ഏറ്റവുമധികം കടപ്പെട്ടിരിക്കുന്നത്. ഈ ത്രിലോകങ്ങളിൽ അങ്ങയ്ക്കും ലക്ഷ്മണനുമൊഴികെ മറ്റാർക്കും തന്നെ ഇന്ദ്രജിത്തിനെ വധിക്കുവാൻ സാധിക്കുമായിരുന്നില്ല. അന്നേരം സൗമ്യനായി തന്നെ രാമൻ അവരെ തടസ്സപ്പെടുത്തിയ ശേഷം ചോദിച്ചു: താങ്കൾ എന്താണ് ഇന്ദ്രജിത്തിനെ ഇത്രയേറെ പ്രശംസിക്കുന്നത്? അവൻ രാവണൻ, കുംഭകർണൻ എന്നിവരെക്കാളും ബലശാലിയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. മഹർഷിവൃന്ദത്തിൻ്റെ പ്രതിനിധി എന്ന വണ്ണം അഗസ്ത്യമുനി രാക്ഷസന്മാരുടെ ഉൽപ്പത്തിയെക്കുറിച്ച് വളരെ വിശദമായ ഒരു വിവരണം രാമന് നൽകി. ബ്രഹ്മദേവന്റെ മകനായ പുലസ്ത്യമുനി ഒരിക്കൽ തൃണബിന്ദു മുനിയുടെ ആശ്രമത്തിൽ വസിച്ച് തപസ്സനുഷ്ഠിക്കുകയും ആ ഋഷിയുടെ പുത്രിയെ പിന്നീട് പത്നിയായി സ്വീകരിക്കുകയും ചെയ്തു. വേദപാരായണം ശ്രവിക്കുന്നതിൽ വിശിഷ്യ ശ്രദ്ധയും താൽപ്പര്യവുമുള്ളവൻ എന്ന അർത്ഥം വരുന്ന വിശ്രവസ് എന്ന നാമധേയമുള്ള പുത്രൻ അവർക്ക് ജനിച്ചു. വിശ്രവസ് ഭരദ്വാജമുനിയുടെ പുത്രിയെ വിവാഹം കഴിക്കുകയും വൈശ്രവണൻ എന്ന പുത്രന് ജന്മമേകുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ കൊടും തപസ്സിൻ്റെ ഫലമായി ബ്രഹ്മദേവൻ അദ്ദേഹത്തിന് 4ാമത്തെ ലോകപാലൻ എന്ന പട്ടം നൽകി അനുഗ്രഹിച്ചു. സമ്പത്തിൻ്റെ അതിദേവതാ സ്ഥാനമായ കുബേര പദവിക്ക് പുറമേ വൈശ്രവണന് പുഷ്പക വിമാനം എന്ന ദിവ്യരഥവും സമ്മാനമായി ലഭിച്ചു. അനന്തരം തനിക്കൊരു വാസസ്ഥാനം കൽപ്പിച്ചു നൽകുവാൻ വൈശ്രവണൻ പിതാവിനോട് ആവശ്യപ്പെട്ടു. വിശ്രവസ് പറഞ്ഞു: പ്രിയപുത്ര, ത്രികുടപർവ്വതത്തിൽ വിശ്വകർമാവാൽ രാക്ഷസന്മാർക്കായി നിർമ്മിക്കപ്പെട്ട ലങ്കാനഗരി ഇപ്പോൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. കാരണം വിഷ്ണു ഭഗവാനെ ഭയന്ന് എല്ലാ നിശാചരന്മാരും പാതാളത്തിലേക്ക് ഓടിപ്പോയിരിക്കുന്നു. രാമൻ ഒരപേക്ഷ മുന്നോട്ട് വച്ചു: ദയവു ചെയ്ത് രാക്ഷസന്മാരുടെ പൂർവ്വചരിത്രം എനിക്ക് പറഞ്ഞു തരിക. അവർ രാവണനെ പോലെ ശക്തിമാന്മാരായിരുന്നുവോ? വിഷ്ണു ഭഗവാൻ എന്തിനാണ് അവരെ ലങ്കയിൽ നിന്ന് ഭൂമിക്ക് താഴെയുള്ള പാതാള ലോകത്തിലേക്ക് തുരത്തി ഓടിച്ചത്? അഗസ്ത്യൻ തൻ്റെ വിവരണം തുടർന്നു. സൃഷ്ടിയുടെ ആദ്യകാലത്ത് ഒരു വർഗം രാക്ഷസന്മാർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അവരുടെ നായകന്മാരായ ഹേതി, പ്രഹേതി എന്നിവർ നന്മയുള്ളവരായിരുന്നു. ഹേതി വിവാഹം ചെയ്തത് ഭയ എന്നു പേരുള്ള ഒരു ഭീകര സ്ത്രീയെ ആയിരുന്നു. അവരുടെ പുത്രനാണ് വിദ്യുത്കേശൻ. വളർന്നപ്പോൾ അവൻ ശാലകണ്ഠകയെ മംഗലം കഴിച്ചു. അവർക്കൊരു പുത്രനും ജനിച്ചു. പക്ഷേ ഭർത്താവുമായി രമിക്കുന്നതിൽ മാത്രം താൽപ്പര്യമുണ്ടായിരുന്ന ശലകണ്ഠക സ്വന്തം ശിശുവിനെ ഉപേക്ഷിച്ചു. സുകേശൻ എന്ന പേരുള്ള ആ പുത്രനെ ശിവപാർവതിമാരാണ് രക്ഷിച്ചത്. അവരുടെ അനുഗ്രഹാശിസുകൾ ലഭിച്ചതിനാൽ സുകേശൻ അഹങ്കാരിയായി മാറി. പിൽക്കാലത്ത് അവൻ ദേവസ്വതിയെ വിവാഹം കഴിച്ചു. അവർക്ക് മാല്യവാൻ, സുമാലി, മാലി എന്നിങ്ങനെ 3 പുത്രന്മാരുണ്ടായി. അച്ഛൻ ബലവാനായത് ശിവപാർവതിമാരുടെ അനുഗ്രഹത്താലാണെന്ന് അറിഞ്ഞ അവർ മൂവരും ബ്രഹ്മദേവനെ പ്രീതിപ്പെടുത്തുവാനുറച്ച് കഠിന തപസ്സിൽ മുഴുകി. ബ്രഹ്മദേവൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ സുകേശപുത്രന്മാർ ഇപ്രകാരം ഇംഗിതങ്ങൾ അറിയിച്ചു: അല്ലയോ പ്രഭു, ദീർഘായുസോടൊപ്പം ശത്രുക്കളുടെ ഹൃദയത്തിൽ ഭീതി നിറയ്ക്കുവാൻ തക്ക ബലവും ഞങ്ങൾക്ക് നൽകിയാലും അപ്രത്യക്ഷരാകുവാനുള്ള വരം തന്നാലും ഞങ്ങൾ മൂവർക്കും എക്കാലവും തമ്മിൽ അങ്ങേയറ്റം സ്നേഹമുണ്ടായിരിക്കുവാൻ അനുഗ്രഹിച്ചാലും
എല്ലാ ആവശ്യങ്ങളും ബ്രഹ്മദേവൻ അംഗീകരിച്ച് അനുഗ്രഹിച്ചു. അതോടെ അവർ ദേവന്മാരെയും അസുരന്മാരെയും ഒരേപോലെ ഉപദ്രവിക്കുവാൻ തുടങ്ങി. തങ്ങളുടെ നായകന്മാരുടെ ശൂരപരാക്രമങ്ങൾ കണ്ട് ഉത്തേജിതരായി രാക്ഷസന്മാർ വിശ്വകർമാവിനെ സമീപിച്ച് തങ്ങൾക്കൊരു വാസസ്ഥാനം നിർമ്മിച്ചു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഇന്ദ്രന്റെ ആവശ്യപ്രകാരം ലങ്ക എന്ന നഗരം അദ്ദേഹം അതിനോടകം നിർമ്മിച്ചു കഴിഞ്ഞിരുന്നു. കാഞ്ചന കോട്ടകളാൽ സുരക്ഷിതമാക്കപ്പെട്ട ആ സുന്ദര നഗരിയിൽ പോയി വസിച്ചുകൊള്ളുവാൻ അദ്ദേഹം അവരെ പ്രേരിപ്പിച്ചു. അങ്ങനെയാണ് നിശാചരന്മാർ ലങ്കയിൽ വാസം തുടങ്ങിയത്. പിൽക്കാലത്ത് മാലിയുടെ പത്നി ജന്മം നൽകിയ 4 പുത്രന്മാരാണ് വിഭീഷണന്റെ മന്ത്രിപദം അലങ്കരിച്ചത്. മാല്യവാന്റെ ഭാര്യ അനവധി പുത്രന്മാരെ പ്രസവിച്ചു. അവരിൽ ഒരുവനാണ് വിരൂപാക്ഷൻ. സുമാലിയുടെ പുത്രന്മാരാണ് സുപാർശ്വൻ, പ്രഹസ്തൻ തുടങ്ങിയവർ. സ്വന്തം പിതാക്കന്മാരെ പോലെ ഈ സന്തതികളും തികഞ്ഞ അഹങ്കാരികളായി മാറി. കഠിനമായി പീഡിപ്പിക്കപ്പെട്ടപ്പോൾ ദേവന്മാർ അഭയം തേടി വിഷ്ണു ഭഗവാന്റെ സമക്ഷത്തിലെത്തി. മര്യാദയുടെ എല്ലാ അതിർത്തികളും അഹങ്കാരത്താൽ ലംഘിച്ച സുകേശപുത്രന്മാരെ ശിക്ഷിക്കുവാൻ താൻ സ്വയമേവ തീരുമാനമെടുത്ത് കഴിഞ്ഞിരുന്നതായി ഭഗവാൻ അവരെ അറിയിച്ചു. തൽഫലമായിട്ടുണ്ടായ ഘോരയുദ്ധത്തിൽ വിഷ്ണു ഭഗവാൻ സുകേശ പുത്രന്മാരുമായി ഏറ്റുമുട്ടി. മാത്രമല്ല സുദർശന ചക്രത്താൽ മാലിയുടെ ശിരച്ഛേദം നടത്തുകയും ചെയ്തു. ഭയന്ന് യുദ്ധക്കളം വെടിഞ്ഞോടിയ രാക്ഷസന്മാർ ലങ്ക ഉപേക്ഷിച്ച് പാതാളത്തിൽ അഭയം കണ്ടെത്തുകയായിരുന്നു. അഗസ്ത്യൻ അഭിപ്രായപ്പെട്ടു, രാമ, താങ്കൾ വധിച്ച രാവണൻ, മറ്റു രാക്ഷസന്മാർ എന്നിവരെക്കാൾ എത്രയോ മടങ്ങ് ശക്തന്മാരായിരുന്നു മാല്യവാൻ, സുമാലി, മാലി എന്നിവർ. എങ്കിലും പുലസ്ത്യന്റെ പിന്തുടർച്ചക്കാർ എന്ന നിലയ്ക്ക് ഇവരും ബലവാന്മാർ തന്നെയായിരുന്നു. രാമ, അങ്ങ് നാരായണനായതുകൊണ്ട് മാത്രമാണിവരെ വധിക്കുവാനായത് എന്നീ കരുതേണ്ടു. വൈശ്രവണൻ ലങ്കയിൽ വാസമുറപ്പിച്ചു. ഒരു ദിനം സുമാലി തന്റെ മകൾക്ക് യോജിച്ച വരനെ തേടി ഭൂതലത്തിൽ നടക്കുമ്പോൾ പുഷ്പക വിമാനത്തിൽ ആകാശമാർഗേണ സഞ്ചരിച്ചിരുന്ന വൈശ്രവണനെ കാണുവാനിടയായി. ആ ദിവ്യരഥം സുമാലിയുടെ ഹൃദയത്തിൽ അത്യധികം മതിപ്പുളവാക്കി. അതിനാൽ പാതാളത്തിൽ മടങ്ങിയെത്തിയ ഉടൻ തന്റെ പുത്രിയായ കൈകസിയെ വിശ്രവസന് നൽകുവാൻ സുമാലി തീരുമാനിച്ചു. സുമാലിയുടെ നിർദ്ദേശമനുസരിച്ച് കൈകസി വിശ്രവസനെ സമീപിച്ചു. ആ അവസരത്തിൽ വിശ്രവസ് ഒരു യജ്ഞം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. നാണത്താൽ കാൽവിരൽ കൊണ്ട് മണ്ണിൽ കളം വരച്ചുകൊണ്ട് മുഖം കുനിച്ചു നിന്ന കൈകസിയെ കണ്ട വിശ്രവസ് ആരാഞ്ഞു, പ്രിയപ്പെട്ടവളെ, നീ ആരാണ്? എന്താണ് നിന്റെ ആഗമനോദ്ദേശം? കൈകസി മറുപടിയോതി, സുമാലിയുടെ പുത്രിയായ കൈകസിയാണു ഞാൻ. അങ്ങയുടെ ജ്ഞാനശക്തിയാൽ എന്നെക്കുറിച്ചുള്ള മറ്റു വിവരങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ടാലും. അല്പനേരം ധ്യാനത്തിലിരുന്ന വിശ്രവസിന് കൈകസിയുടെ മനോവ്യാപാരം പൂർണ്ണമായി മനസ്സിലായി. അത് വിശ്രവസ് വെളിപ്പെടുത്തുകയും ചെയ്തു. നീ എന്നിൽ നിന്ന് പുത്രലാഭം പ്രതീക്ഷിക്കുന്നു. ഞാനത് സഫലീകൃതമാക്കാം. പക്ഷേ അത്യന്തം അശുഭകരമായ മുഹൂർത്തത്തിലാണ് നീ ഈ ആവശ്യവുമായി എന്നെ സമീപിച്ചിരിക്കുന്നത്. ആയതിനാൽ നിന്റെ പുത്രന്മാർ നിഷ്ഠൂര രാക്ഷസന്മാരായി ഭവിക്കും. ഇത് കേട്ട് കൈകസി യാചിച്ചു, എനിക്ക് അങ്ങയിൽ നിന്ന് അങ്ങനെയുള്ള പുത്രന്മാരെ ആവശ്യമില്ല. അതിനാൽ എന്നോട് കരുണ കാണിച്ചാലും. വിശ്രവസ് ഒരു വരം അവൾക്കു നൽകി. ഒരു ദാക്ഷിണ്യമെന്ന നിലയ്ക്ക് നിന്റെ 3ാമത്തെ പുത്രൻ ഉത്തമ ഭക്തനെന്ന സൽകീർത്തിക്ക് ഉടമയാകും. മാസം തികഞ്ഞപ്പോൾ കൈകസിക്ക് കുഞ്ഞു പിറന്നു. ആ കുഞ്ഞാകട്ടെ ഒരു ഭീകര സത്വം പോലെ കാണപ്പെട്ടു. 10 തലകളും 20 കൈകളും ഒരു വലിയ വായും നീണ്ട ദംഷ്ട്രങ്ങളുമുണ്ടായിരുന്നു. ആ ശിശുവിന് 10 തലയുള്ളതിനാൽ അവനെ ദശഗ്രീവനെന്ന് പേരിട്ട് വിളിച്ചു. വീണ്ടും ഒരു കുഞ്ഞ് ജനിച്ചു, കുംഭകർണൻ. ഭൂമിയിലെ ഏറ്റവും ഭീമാകാരമായ ശരീരം അവൻ്റേതായിരുന്നു. അടുത്തത് ഒരു വിരൂപയായ മകളുണ്ടായി, ശൂർപണക എന്നവൾക്ക് പേരിട്ടു. ഏറ്റവും ഒടുവിൽ പിറന്നത് വിഭീഷണൻ. ഒരു ദിവസം കുബേരൻ വൈശ്രവണൻ തൻ്റെ പിതാവായ വിശ്രവസിനെ കാണുവാനെത്തി. കൈകസി അദ്ദേഹത്തെ കണ്ടപ്പോൾ സ്വന്തം മകനായ ദശഗ്രീവനോട് ഉറപ്പിച്ച് ആവശ്യപ്പെട്ടു, ദശഗ്രീവനും തൻ്റെ അർദ്ധ സഹോദരനായ വൈശ്രവണനെ പോലെ ബലശാലിയും കോമളനും ആയിത്തീരണമെന്ന്. അസൂയ വർദ്ധിച്ച ദശഗ്രീവൻ അപ്പോൾ തന്നെ തീരുമാനമെടുത്തു, എന്നെങ്കിലും ഒരു നാൾ വൈശ്രവണനേക്കാൾ പ്രതാപശാലിയാകണമെന്ന്. തൻ്റെ ഇളയ സഹോദരങ്ങളോടൊപ്പം ദശഗ്രീവൻ ഗോകർണമെന്ന പർവ്വതത്തിൽ പോയി മേൽപ്പറഞ്ഞ ലക്ഷ്യത്തോടെ അതികഠിനമായ തപസ്സുകൾ അനുഷ്ഠിക്കുവാൻ തുടങ്ങി. തത്ഫലമായി ബ്രഹ്മദേവൻ വളരെ പ്രീതനായി. ജലപാനം പോലുമില്ലാതെ 10,000 വർഷങ്ങൾ ദശഗ്രീവൻ തപസ്സു ചെയ്തിരുന്നു. മാത്രമല്ല ഓരോ 1000 വർഷം കഴിയുമ്പോഴും
ഓരോ തല വീതം ഛേദിച്ച് ഹോമകുണ്ഡത്തിൽ അർപ്പിക്കുകയും ചെയ്തു. അവസാനത്തെ തലയും ഹോമിക്കുവാൻ ഒരുമ്പെടുന്ന വേളയിലാണ് ഗത്യന്തരമില്ലാതെ ബ്രഹ്മദേവൻ പ്രത്യക്ഷപ്പെട്ടത്. ഒരു വരം ആവശ്യപ്പെട്ടുകൊള്ളൂ എന്ന് ബ്രഹ്മദേവൻ അരുളി ചെയ്തപ്പോൾ ആനന്ദാതിരേകത്താൽ വീർപ്പുമുട്ടിയ സ്വരവുമായി ദശഗ്രീവൻ ഉര ചെയ്തു: പ്രഭോ, എനിക്കാകെ കൂടിയുള്ള ഭയം മരണഭയമാണ്. ദയവു ചെയ്ത് എനിക്ക് അമരത്വം നൽകിയാലും. അപ്പോൾ ബ്രഹ്മദേവൻ ഇപ്രകാരം മറുപടി പറഞ്ഞു: സൃഷ്ടിയുടെ പരിധിക്കുള്ളിൽപ്പെട്ട ഒരുവനും പരിപൂർണ അമരത്വം സാധ്യമല്ല തന്നെ. ഈ ഞാൻ പോലും ആ നിയമത്തിന് അതീതനല്ല. ആയതിനാൽ നീ വേറെ ഏതെങ്കിലും വരം ചോദിക്കുകയാവും നല്ലത്. അന്നേരം രാവണൻ യാചിച്ചു: നാഗന്മാരാലും ദൈത്യന്മാരാലും ദാനവന്മാരാലും രാക്ഷസന്മാരാലും ദേവന്മാരാലും എനിക്ക് മരണമുണ്ടാവുകയില്ലെന്ന വരം തന്നാലും. മനുഷ്യരെയും മൃഗങ്ങളെയും ഞാൻ കാര്യമാക്കുന്നില്ല. കാരണം അവരെനിക്ക് തെരുവിൽ കിടക്കുന്ന വൈക്കോൽ തുരുമ്പിന് സമമാണ്. ബ്രഹ്മദേവൻ അപ്രകാരം തന്നെ വരം നൽകി. മാത്രമല്ല, ദശഗ്രീവൻ മുറിച്ചിട്ട ശിരസ്സുകളെല്ലാം യഥാസ്ഥാനത്ത് മടക്കി നൽകുകയും ചെയ്തു. അനന്തരം അദ്ദേഹം വിഭീഷണനോട് അരുളി: നീയും നിനക്കാഗ്രഹമുള്ള വരം ചോദിച്ചുകൊള്ളൂ. വിഭീഷണൻ മറുപടി ചൊല്ലി: അങ്ങ് എന്നിൽ പ്രീതനായി എന്നതു തന്നെ എൻ്റെ ജന്മസാഫല്യമായി ഞാൻ കരുതുന്നു. എൻ്റെ ഒരേയൊരു ആഗ്രഹം എന്തെന്നാൽ, എത്ര വലിയ ദുർഘടങ്ങൾ ഉണ്ടായാലും എൻ്റെ മനസ്സ് ധർമ്മത്തിൻ്റെയും നന്മയുടെയും പാത വിട്ട അകലരുത് എന്നതാണ്. ഇതിന് മറുവാക്കായി ബ്രഹ്മദേവൻ ഇപ്രകാരം അരുളി: ജന്മം കൊണ്ട് രാക്ഷസനാണെങ്കിലും പ്രകൃതം കൊണ്ട് നീ ഒരു ധർമാത്മാവാകയാൽ നിനക്കു ഞാൻ ദേവന്മാർക്ക് നൽകാറുള്ള അമരത്വം നൽകാം. അടുത്തത് കുംഭകർണന്റെ ഊഴമായിരുന്നു. വരം കൊടുക്കുവാൻ ബ്രഹ്മദേവൻ ഒരുങ്ങവേ അനുധാവനം ചെയ്തിരുന്ന ദേവന്മാർ പരിഭ്രാന്തരായി തൊഴുകൈകളോടെ അഭ്യർത്ഥിച്ചു: ഈ രാക്ഷസൻ അതിക്രൂരനാണ്. ഇതിനോടകം തന്നെ ഇവൻ എത്രയോ അപ്സരസുകളെയും മഹർഷിമാരെയും മറ്റു ജനങ്ങളെയും വിഴുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഈ പ്രപഞ്ചത്തെ മുഴുവനായും ഭയം കൊണ്ട് വിറയ്ക്കാൻ ഇടവരുത്തുക എന്നതാണ് ഇവൻ്റെ ഒരേ ഒരു ലക്ഷ്യം. ഒരു വരവും നേടാതെ തന്നെ ഇവൻ ഇത്രയും കുഴപ്പങ്ങൾ ഉണ്ടാക്കിയെങ്കിൽ അങ്ങ് വരം നൽകുക കൂടി ചെയ്താൽ ഇവൻ ത്രിലോകങ്ങളെയും വിഴുങ്ങുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അല്ലയോ പ്രഭോ, അവൻ വരം ആവശ്യപ്പെടുന്ന വേളയിൽ എന്തെങ്കിലും ഒരു സൂത്രം പ്രയോഗിച്ച് അവനെ കൊണ്ട് അബദ്ധം പറയിപ്പിക്കണം. അനന്തരം വരം സാധിപ്പിച്ചു കൊടുക്കുകയാണെന്ന ഭാവത്തിൽ അത് സാധിതവുമാക്കണം. ബ്രഹ്മദേവൻ ദേവന്മാരുടെ ഈ വാക്കുകൾ കേട്ട് നല്ലപോലെ ചിന്തിച്ച് ഒരു പോംവഴി കണ്ടുപിടിച്ചു. എന്നിട്ട് അദ്ദേഹം തൻ്റെ ഭാര്യയായ സരസ്വതിയെ സ്മരിച്ച ഉടൻ ദേവി ബ്രഹ്മസവിധത്തിൽ അണയുകയും ചെയ്തു. പ്രഭോ, ഞാൻ എന്തു സേവനമാണ് ചെയ്യേണ്ടത് എന്നാരാഞ്ഞ് ദേവിയോട് അദ്ദേഹം പറഞ്ഞു: കുംഭകർണന്റെ നാവിൽ കടന്നുകൂടി ലോകത്തിന് ഗുണകരമായ ഒരു വരം അവനെ കൊണ്ട് ചോദിപ്പിക്കണം. ബ്രഹ്മാവ് കുംഭകർണനോട് വരം ചോദിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ കുംഭകർണൻ ചോദിച്ചത്: താങ്കൾ എനിക്ക് വരം തരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എന്നെ വർഷങ്ങളോളം നിദ്രാധീനനായിരിക്കുവാൻ അനുഗ്രഹിക്കുക പ്രഭു എന്നായിരുന്നു. ഒട്ടും സമയം പാഴാക്കാതെ ബ്രഹ്മദേവൻ വരം നൽകി. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ബ്രഹ്മദേവൻ അപ്രത്യക്ഷനായപ്പോഴാണ് കുംഭകർണന് സ്വബോധം തിരിച്ചു കിട്ടിയത്. അപ്പോൾ അവൻ അന്ധാളിച്ചു പോയി. ഇത്തരം നിർഭാഗ്യകരമായ വാക്കുകൾ എങ്ങനെയാണെൻ്റെ വായിൽ നിന്ന് പുറത്തു വന്നത്? ബ്രഹ്മദേവന്റെ അകമ്പടിക്കാരായ ദേവകൾ എന്നെ സംഭ്രമിപ്പിച്ചിട്ടുണ്ടാവണം. ബ്രഹ്മദേവന്റെ അനുഗ്രഹാശുസുകൾ 3 പേരക്കിടാങ്ങൾക്കും കിട്ടിയെന്നറിഞ്ഞപ്പോൾ സുമാലി വിഷ്ണു ഭഗവാനെക്കുറിച്ചുണ്ടായിരുന്ന ഭയം ഉപേക്ഷിച്ചു. എന്നിട്ട് അദ്ദേഹം ദശഗ്രീവനെ കാണാൻ വന്നു. ലങ്ക രാക്ഷസന്മാരുടെ സ്വന്തം നഗരിയായിരുന്ന വസ്തുത ഓർമ്മിപ്പിച്ച ശേഷം അദ്ദേഹം രാവണനോട് ആവശ്യപ്പെട്ടു കുബേരനിൽ നിന്ന് ആ നഗരം വീണ്ടെടുക്കണമെന്ന്. ആദ്യമൊക്കെ ദശഗ്രീവന് ആ ആശയം രുചിച്ചില്ല. പ്രിയപ്പെട്ട പിതാമഹനെ, അങ്ങ് ഇപ്രകാരം സംസാരിക്കുന്നത് നന്നല്ല. കാരണം കുബേരൻ എൻ്റെ അർത്ഥ സഹോദരനും ജ്യേഷ്ഠ സ്ഥാനീയനുമത്രേ. സുമാലി മൗനം പാലിച്ചു. പക്ഷേ പിന്നീട് പ്രഹസ്തൻ വന്ന ദശഗ്രീവന്റെ മനസ്സ് മാറ്റിയെടുത്തു. അങ്ങ് ഒരു കാര്യം മനസ്സിലാക്കണം. സ്വന്തം താല്പര്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന കാര്യം വരുമ്പോൾ സഹോദര ബന്ധങ്ങളും വികാരബന്ധങ്ങളും ഒന്നും വിഘാതം സൃഷ്ടിക്കുവാൻ അനുവദിക്കാറില്ല. ധീരനായകന്മാർ കശ്യപന്റെ പത്നിമാരായിരുന്ന ദിതി, അതിഥി എന്നീ സഹോദരിമാരുടെ മത്സരബുദ്ധി ഒന്നു മാത്രം ഓർത്താൽ മതി അങ്ങ്. ഹേ രാക്ഷസ പ്രമുഖ, ചക്രവർത്തി പദത്തിനു വേണ്ടി ജ്യേഷ്ഠനോട് ഏറ്റുമുട്ടുന്ന ആദ്യത്തെ രാജാവൊന്നുമല്ല താങ്കൾ എന്നത് ഉൾക്കൊണ്ടാലും യഥാർത്ഥത്തിൽ ലങ്ക കീഴടക്കുക എന്നത് ദശഗ്രീവന്റെ ഒരു ഇഷ്ടസ്വപ്നമായിരുന്നു. ത്രികുടപർവ്വതത്തിലെത്തിയ രാക്ഷസ രാജാവ് പ്രഹസ്തനെ ദൂതുമായി കുബേര സമക്ഷം അയച്ചു.
ലങ്ക രാക്ഷസന്മാർക്ക് മടക്കി നൽകണമെന്ന വിനയപൂർവമായുള്ള അപേക്ഷയോടെ. വൈശ്രണന്റെ പ്രതികരണം ഇപ്രകാരമായിരുന്നു: എൻ്റെ പിതാവ് എനിക്ക് നൽകിയ ഈ നഗരം ഉപേക്ഷിക്കുക എന്നാൽ അസാധ്യമായതിനാൽ ഞാൻ ദശഗ്രീവനെ ഇവിടേക്ക് വന്ന് ലങ്ക പങ്കിട്ടെടുത്ത് ശത്രുതയില്ലാതെ സമാധാനമായി ജീവിക്കുന്നതിന് ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു. പ്രഹസ്തൻ മടങ്ങിയപ്പോൾ വൈശ്രവണൻ സ്വപിതാവിൻ്റെ അരികിലേക്ക് ചെന്ന് ദശഗ്രീവന്റെ ഉദ്ദേശത്തെക്കുറിച്ച് അറിയിച്ചു. വിശ്രവസ് ഉപദേശിച്ചു: ലങ്ക തനിക്ക് തരണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ദശഗ്രീവൻ എന്നെ കാണുവാൻ വന്നിരുന്നു. പക്ഷേ ഞാൻ അവൻ്റെ അത്യാഗ്രഹം കണ്ട് അവനെ കണക്കിന് ശകാരിച്ചു. ബ്രഹ്മദേവന്റെ അനുഗ്രഹാശിസുകൾ ലഭിച്ചുവെന്നതിനാൽ അവൻ തികച്ചും അഹംഭാവിയായി മാറിയിരിക്കുകയാണ്. ബഹുമാനിക്കേണ്ടതാരെയെന്നും നിന്ദിക്കേണ്ടതാരെയെന്നും കൂടി ചിന്തിക്കുവാൻ അവൻ ഒരുക്കമല്ല. ഇപ്പോൾ എന്നെ പ്രകോപിപ്പിക്കുകയും കൂടി ചെയ്തു കഴിഞ്ഞതിനാൽ അവൻ കൂടുതൽ ദുഷ്ടനാകുവാൻ സാധ്യതയുണ്ട്. അതിനാൽ അഹങ്കാരിയായ അർത്ഥ സഹോദരനിൽ നിന്ന് കൂടുതൽ അനർത്ഥങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപ് നീ ലങ്ക വെടിഞ്ഞ് കൈലാസത്തിലേക്ക് പോയി അവിടെ സമാധാനമായി ജീവിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അതനുസരിച്ച് കുബേരൻ ലങ്കയൊഴിഞ്ഞ് കൈലാസത്തിലേക്ക് പോയി. പ്രഹസ്തനിൽ നിന്ന് ഈ വിവരമറിഞ്ഞ ദശഗ്രീവൻ രാക്ഷസന്മാരോടൊപ്പം വന്ന് ലങ്കയിൽ വാസമുറപ്പിച്ചു. ഒരിക്കൽ വനാന്തരങ്ങളിൽ അലഞ്ഞു നടക്കവേ ദശഗ്രീവൻ മയദാനവനെ കണ്ടുമുട്ടുകയും തുടർന്ന് മയദാനവൻ സ്വപുത്രിയായ മണ്ഡോദരിയെ ദശഗ്രീവന് വധുവായി നൽകുകയും ചെയ്തു. ഒപ്പം ഒരു ശൂലവും മയൻ ദശഗ്രീവന് നൽകി. ദിവ്യമായ ആ വേൽ ഉപയോഗിച്ചാണ് പിൽക്കാലത്ത് ദശഗ്രീവൻ ലക്ഷ്മണനെ മോഹാലസ്യപ്പെടുത്തിയത്. യഥാകാലം മണ്ഡോദരി മേഘനാഥന് ജന്മം നൽകി. ഈ മേഘനാഥൻ തന്നെയാണ് വർഷങ്ങൾക്കു ശേഷം ഇന്ദ്രജിത്തായി മാറിയത്. ദശഗ്രീവന് ദേവകൾ, ഋഷികൾ എന്നിവരെ പീഡിപ്പിക്കുന്നതിലുള്ള ഹരം ഏറി വന്നു. രക്തബന്ധ പാശത്താൽ കുബേരൻ ഒരു ദൂതൻ മുഖാന്തരം ദശഗ്രീവനെ താക്കീത് ചെയ്തു, ഇത്തരം പാപകർമ്മങ്ങളിൽ നിന്ന് പിന്തിരിയണമെന്ന്. എന്നാൽ ഇതു കേട്ട ദശഗ്രീവൻ കോപാന്തനായി തീരുകയും കുബേരനെതിരെ യുദ്ധം ആരംഭിക്കുകയും ചെയ്തു. ഘോര യുദ്ധത്തിനൊടുവിൽ ദശഗ്രീവൻ അർദ്ധസോദരനെ അതികഠിനമായി മുറിവേൽപ്പിച്ച് പുഷ്പക വിമാനം കടത്തിക്കൊണ്ടു പോരുകയും ചെയ്തു. അനന്തരം സുബ്രഹ്മണ്യൻ ജനിച്ച ഹിമാലയത്തിലെ സുവർണമയമായ ഈറ്റവനത്തിലേക്കാണ് അദ്ദേഹം യാത്ര തിരിച്ചത്. പക്ഷേ ഒരു പ്രത്യേക സ്ഥാനത്തെത്തിയപ്പോൾ പുഷ്പക വിമാനം മുകളിലേക്ക് ഉയരാതെയായി. മാത്രമല്ല മുന്നോട്ടും നീങ്ങാതെയായി. പെട്ടെന്ന് അവിടെ നന്ദികേശ്വരൻ പ്രത്യക്ഷപ്പെട്ടു. ശിവന്റെ ഇഷ്ടപരിചാരകനായ നന്ദികേശ്വരൻ കുള്ളനും അംഗസൗഭാഗ്യം കുറഞ്ഞവനും കഷണ്ടിയുള്ളവനും കാഴ്ചക്കാരുടെ ഉള്ളിൽ ഭീതി നിറയ്ക്കുന്നവനുമായിരുന്നു. നന്ദികേശ്വരൻ ആജ്ഞാപിച്ചു: ദശഗ്രീവ, ഉടൻ തന്നെ മടങ്ങിക്കൊള്ളുക. ശങ്കരൻ ഈ പർവ്വതത്തിൽ ലീലാവിനോദത്തിനായി വന്നിരിക്കുകയാണ്. വർദ്ധിച്ച കലിയോടെ വിമാനത്തിൽ നിന്ന് നിലത്തിറങ്ങിയ ദശഗ്രീവൻ ചോദിച്ചു: ആരാണീ ശങ്കരൻ? മലമുകളിലേക്ക് ദൃഷ്ടി ഉയർത്തിയപ്പോൾ കണ്ടത് ഒരു വാനരത്തിൻ്റെ മുഖവും കയ്യിലേന്തിയ ശൂലവുമായി ശിവപാർശ്വത്തിൽ നിന്ന നന്ദികേശ്വരനെയാണ്. ശിവന്റെ വാഹകനായ നന്ദികേശ്വരനെ നോക്കി അവജ്ഞയോടെ ഉറക്കെയൊരു പരിഹാസ ചിരി ചിരിച്ച് രാക്ഷസൻ. ആ ചിരിക്ക് മറുപടിയായി നന്ദി ദശഗ്രീവനെ ഇപ്രകാരം ശപിച്ചു: ഭാവിയിൽ ശക്തന്മാരായ വാനരന്മാർ നിന്റെ വംശത്തെയാകെ നശിപ്പിക്കും. തീർച്ചയായും ഇപ്പോൾ തന്നെ നിന്നെ വധിക്കുവാൻ എനിക്കാവും. പക്ഷേ നിന്റെ ദുഷ്കർമ്മങ്ങൾ കൊണ്ട് തന്നെ നീ നശിപ്പിക്കപ്പെടും. അതാണ് എനിക്ക് കൂടുതൽ സ്വീകാര്യം. നന്ദിയുടെ വാക്കുകൾ ദശഗ്രീവന്റെ കാതിൽ പതിച്ചതേയില്ല. അതിനാൽ മുഴുത്ത അഹങ്കാരത്തോടെ അവൻ പറഞ്ഞു: നീ എൻ്റെ രഥത്തെ ബലമായി തടഞ്ഞതിനാൽ നിന്റെ യജമാനനെ തന്നെ നശിപ്പിച്ച് പകരം വീട്ടുന്നതാണ്. കൈകൾ പർവ്വതത്തിനടിയിലേക്ക് കയറ്റി സർവശക്തിയും ഉപയോഗിച്ച് പർവ്വതത്തെ ഒട്ടാകെ ഉയർത്തുവാനാണ് ദശഗ്രീവൻ തീരുമാനിച്ചത്. പർവ്വതം കുലുങ്ങി മറിഞ്ഞപ്പോൾ കാലിടറി വീഴുവാൻ തുടങ്ങിയ പാർവതീദേവി ഭയന്നു വിറച്ചുകൊണ്ട് മഹാദേവനെ ആശ്ലേഷിച്ചു. മഹാദേവനാകട്ടെ ലാഘവത്തോടെ തൻ്റെ പെരുവിരൽ തുമ്പിനാൽ പർവ്വതത്തെ ഒന്ന് അമർത്തി. ഫലമോ, ദശഗ്രീവന്റെ 2 കരങ്ങളും പർവ്വതത്തിന്റെ അടിയിൽ നിന്ന് അമർന്നു ഞെരിഞ്ഞുപോയി. ദുസ്സഹമായ വേദനയാൽ അലറിപ്പോയി ദശഗ്രീവൻ. ത്രിലോകങ്ങളും നടുങ്ങി. ദേവേന്ദ്രൻ ആ അലർച്ച കേട്ട് കാലിടറി വീണു. തങ്ങളുടെ രാജാവിൻ്റെ ദയനീയാവസ്ഥ കണ്ട മന്ത്രിപുങ്കവന്മാർ ദശഗ്രീവനെ ഉപദേശിച്ചു: ക്ഷിപ്രപ്രസാദിയായ മഹാദേവനെ അഭയം പ്രാപിച്ചാൽ മാത്രമേ ഈ വിപത്തിൽ നിന്ന് രക്ഷ നേടുവാനാകൂ എന്ന്. മറ്റ് മാർഗങ്ങളൊന്നും ഇല്ലെന്നു കണ്ടതിനാൽ
കുനിഞ്ഞ ശിരസുമായി ദശഗ്രീവൻ സാമവേദത്തിലെ മന്ത്രങ്ങൾ ഉരുവിട്ട് ശിവനെ സ്തുതിക്കുവാൻ ആരംഭിച്ചു. 1000 സംവത്സരങ്ങൾ ഇவ்விധം കടന്നുപോയി. അതിനുശേഷം മാത്രമാണ് ശങ്കരൻ തൻ്റെ അമർത്തിപ്പിടിച്ച പെരുവിരൽ ഉയർത്തുവാൻ തക്കവണ്ണം പ്രീതനായി ഭവിച്ചത്. അങ്ങനെ ദശഗ്രീവന്റെ കൈകൾക്ക് മോചനം ലഭിച്ചു. കൈകൾ ഞെരിഞ്ഞമർന്ന നേരത്ത് ദശഗ്രീവൻ പുറപ്പെടുവിച്ച ഘോര രോദനനാദം നിമിത്തം ദശഗ്രീവന്റെ നാമം അന്നു മുതൽ രാവണൻ എന്നായി മാറി. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ദേവകളെപ്പോലും ഭയത്താൽ നിലവിളിപ്പിച്ച ശബ്ദത്തിനുടമയായതിനാൽ ദശഗ്രീവന് രാവണൻ എന്ന നാമം ശിവൻ നൽകി. പിന്നീട് രാവണന്റെ ഒരേയൊരു താൽപ്പര്യം ധീര ക്ഷത്രിയന്മാരെ പോരിന് വിളിക്കുകയായിരുന്നു. ബുദ്ധിയുള്ള രാജാക്കന്മാർ രാവണന്റെ അധീശത്വം അംഗീകരിച്ചപ്പോൾ ബാക്കിയുള്ളവർ വളരെ വേഗം പരാജയത്തിന്റെ രുചി അറിഞ്ഞു. ഒരു നാൾ ഹിമാലയ സാനുക്കളിലെ ഒരു വനത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ മാൻതോലണിഞ്ഞ ജടാധാരിയായ ഒരു സുന്ദരിയെ രാവണൻ കാണാനിടയായി. ഉറക്കെ അട്ടഹസിച്ചുകൊണ്ട് കാമാസക്തനായ രാവണൻ അവളോട് ചോദിച്ചു, നിന്റെ യൗവനം നിറഞ്ഞ ശരീരവും നീ ചെയ്യുന്ന കഠിന തപസ്സും നിന്റെ സൗന്ദര്യവും നീ ജീവിക്കുന്ന ഈ വനവും ഒന്നും തന്നെ പരസ്പരം ചേരുന്നില്ല. പ്രിയേ, നീ ആരാണ്? താപസവൃത്തിയെടുത്ത് ഈ വനത്തിൽ ഇങ്ങനെ ജീവിക്കുവാൻ എന്താണ് ഹേതു? പെൺകുട്ടി മൊഴിഞ്ഞു, ബ്രഹ്മർഷി കുശധ്വജന്റെ പുത്രിയായ വേദവതിയാണ് ഞാൻ. അനുയോജ്യരായ അനേകം മനുഷ്യരും ദേവകൾ തന്നെയും വന്ന് ആവശ്യപ്പെട്ടിട്ടും അച്ഛൻ അവർക്കൊന്നും എന്നെ വിവാഹം കഴിച്ചു കൊടുക്കുവാൻ തയ്യാറായില്ല. കാരണം മകൾക്ക് അനുരൂപനായ വരൻ സാക്ഷാൽ മഹാവിഷ്ണു മാത്രമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഇതു കേൾക്കുവാനിടയായ ദൈത്യരാജാവ് ശംഭു വന്ന് നിദ്രാധീനനായി കിടന്നിരുന്ന എൻ്റെ പിതാവിനെ നിഷ്ഠൂരമായി വധിച്ചു. അച്ഛനെ സംസ്കരിച്ച വേളയിൽ എൻ്റെ അമ്മ സതി അനുഷ്ഠിച്ചു. അങ്ങനെ അനാഥയായിത്തീർന്ന ഞാൻ എൻ്റെ ഹൃദയത്തിൽ നാരായണനെ അവരോധിച്ച് ഈ വനത്തിൽ വന്ന് താപസവൃത്തിയിൽ മുഴുകി ജീവിക്കുകയാണ്. എന്നെങ്കിലും നാരായണൻ പ്രസാദിച്ച് വധുവായി സ്വീകരിക്കുമെന്ന ഏക പ്രതീക്ഷയുമായി. രാവണ, എൻ്റെ ജ്ഞാനശക്തിയാൽ അങ്ങയുടെ സർവ്വവിഷയങ്ങളും എനിക്കറിയാം. വേഗം ഇവിടെ നിന്ന് പൊയ്ക്കൊള്ളുക. രഥത്തിൽ നിന്ന് ഭൂമിയിലേക്കിറങ്ങിയ രാവണൻ പറഞ്ഞു, അല്ലയോ സുന്ദരി, നീ എൻ്റെ പത്നിയാകണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. അല്ലെങ്കിൽ തന്നെ എന്നോട് തുലനം ചെയ്താൽ ആരാണീ വിഷ്ണു? എൻ്റെ ഒപ്പം നിൽക്കുവാൻ അവനാകുമോ? രോഷവും അവജ്ഞയും കലർന്ന സ്വരത്തിൽ വേദവതി പ്രതികരിച്ചു, അങ്ങല്ലാതെ മറ്റാരെങ്കിലും വിഷ്ണു ഭഗവാനെക്കുറിച്ച് ഇത്രയും അപമര്യാദയായി സംസാരിക്കുമോ? പക്ഷേ അവൾ ഈ വാക്കുകൾ ഉരിയാടിക്കൊണ്ടിരിക്കവേ തന്നെ രാവണൻ അവളുടെ മുടിയിൽ ചുറ്റിപ്പിടിച്ചു. കോപാഗ്നിയിൽ ജ്വലിച്ച വേദവതി ഒരു കരത്തെ വാളാക്കി മാറ്റി കേശത്തെ ഛേദിച്ചു. ഉടൻ തന്നെ ഒരു അഗ്നികുണ്ഡം തയ്യാറാക്കിയ ശേഷം വേദവതി ജ്വലിക്കുന്ന കോപത്തോടെ രാവണനോട് പറഞ്ഞു, നിന്റെ കരസ്പർശമേറ്റ എനിക്കിനി ജീവിക്കണമെന്ന ആഗ്രഹമില്ല. ഞാൻ നിന്നെ ശപിക്കുന്നില്ല. കാരണം അതെൻ്റെ തപശക്തിയെ ഹനിക്കും. അതിനാൽ ഞാൻ ഇനിയൊരു ദിവ്യജന്മമെടുക്കും, നിന്നെ നശിപ്പിക്കുന്നതിനായി മാത്രം. വേദവതി അഗ്നിയിൽ പ്രവേശിച്ച വേളയിൽ ആകാശത്തുനിന്ന് പുഷ്പവൃഷ്ടിയുണ്ടായി. ദേഹത്യാഗം ചെയ്ത ഉടൻ തന്നെ വേദവതി ഒരു താമരമലരിൽ രൂപം കൊണ്ടു. വീണ്ടും രാവണൻ അവളെ ബലാത്കാരമായി കടന്നുപിടിച്ച് തൻ്റെ രഥത്തിലേക്ക് വലിച്ചു കയറ്റി ലങ്കയിലേക്ക് മടങ്ങി. ആ പെൺകുട്ടിയെ കണ്ട എല്ലാ മന്ത്രിമാരും ഒറ്റ സ്വരത്തിൽ രാവണനെ താക്കീത് ചെയ്തു. അവൾ രാവണന്റെ സർവനാശത്തിന് വഴിതെളിക്കുമെന്ന്. ഈ വാക്കുകൾ ചെവിക്കൊണ്ട രാവണൻ അവളെ സമുദ്രത്തിലേക്ക് വലിച്ചെറിഞ്ഞു. കരയണഞ്ഞ വേദവതി തപശക്തിയാൽ ജനക മഹാരാജാവിൻ്റെ യജ്ഞഭൂമിയിൽ എത്തിച്ചേർന്നു. കലപ്പ കൊണ്ട് ഭൂമിയെ ജനകൻ ഉഴുതുമറിച്ചപ്പോൾ ഒരു ചാലിൽ ഒരു ശിശു കിടക്കുന്നതായി കണ്ടു. അങ്ങനെ സത്യയുഗത്തിലെ വേദവതി ത്രേതായുഗത്തിലെ ജാനകിയായി മാറി. ഒരിക്കൽ ഭൂമിയിലെങ്ങും അലഞ്ഞു നടന്നിരുന്ന രാവണൻ അയോധ്യയിലും വന്നെത്തി. അന്നത്തെ രാജാവായ അനരണ്യനെ പോരിന് വിളിച്ചു. തുടർന്നുണ്ടായ ഘോരയുദ്ധത്തിൽ മാരകമായി മുറിവേറ്റ അനരണ്യൻ യുദ്ധഭൂമിയിൽ അന്ത്യശ്വാസം വലിക്കവേ രാവണനെ ശപിച്ചു. ഭാവിയിൽ എൻ്റെ വംശത്തിൽ ജനിക്കുന്ന രാമനെന്നു പേരായവൻ നിന്നെ കൊല്ലുന്നതാണ്. ഈ പ്രവചനം ഉണ്ടായതും സ്വർഗത്തിൽ നിന്ന് പുഷ്പവൃഷ്ടി ഉണ്ടാവുകയും ദേവകളുടെ ദുന്ദുഭിനാദം കേൾക്കുകയുമുണ്ടായി. പിന്നീട് രാവണൻ വെല്ലുവിളിച്ചത് യമരാജാവിനെയായിരുന്നു. നിശ്ചയമായും അവനെ കൊന്നു തള്ളുവാൻ യമന് ആവുമായിരുന്നു. പക്ഷേ അന്നേരത്തു തന്നെ അവിടെ പ്രത്യക്ഷനായ ബ്രഹ്മദേവൻ കാലദണ്ഡ് എന്ന നിഷ്ഫലമാകാത്ത ആയുധം പ്രയോഗിക്കുന്നതിൽ നിന്ന് യമരാജാവിനെ വിലക്കി രാവണനെ രക്ഷിച്ചു. അടുത്തതായി രാവണൻ വരുണന്റെ പുത്രന്മാരെ പരാജിതരാക്കി.
ലങ്കയിലേക്ക് മടങ്ങുന്ന വഴിക്ക് അനവധി രാജാക്കന്മാരുടെയും മഹർഷിമാരുടെയും ദേവാസുരന്മാരുടെയും കന്യകമാരെ അപഹരിച്ചു കൊണ്ടുപോവുകയും ചെയ്തു. ഒരു പെൺകുട്ടിയെ രാവണന് ഇഷ്ടമായെന്ന് വരികിൽ അവളുടെ ബന്ധുജനങ്ങളെയെല്ലാം വധിച്ച ശേഷം അവളെ ബലാത്കാരമായി തൻ്റെ രഥത്തിനുള്ളിലടയ്ക്കും. ഇவ்விധം രാവണന്റെ രഥം ദുഃഖത്താലും ഭീതിയാലും ദീനരോധനം പുറപ്പെടുവിക്കുന്ന നൂറുകണക്കിന് കന്യകമാരാൽ നിറഞ്ഞു. രാവണൻ കടത്തിക്കൊണ്ടുവന്ന ആ പെൺകുട്ടികൾ തങ്ങളുടെ ദുർവിധി മൂലം തപിക്കുന്ന ഹൃദയത്തോടെ രാവണനെ ശപിച്ചു. ഈ നീചനായ രാക്ഷസന്റെ നാശം ഒരു സ്ത്രീ മൂലം സംഭവിക്കട്ടെ. തപിക്കുന്ന ഹൃദയവുമായി ആ പെൺകുട്ടികൾ രാവണനെ ശപിച്ചപ്പോൾ ആകാശത്തുനിന്ന് പുഷ്പവൃഷ്ടിയുണ്ടായി. ഗുണവതികളും നിഷ്കളങ്കരുമായ യുവതികളുടെ ശാപം വീണപ്പോൾ മുതൽ രാവണന്റെ തേജസ് നശിച്ചു തുടങ്ങി. ഒരു യുദ്ധം നടത്തിക്കൊണ്ടിരിക്കവേ രാവണൻ അറിയാതെ സ്വന്തം സഹോദരിയായ ശൂർപ്പണഖയുടെ ഭർത്താവിനെ വധിക്കുകയുണ്ടായി. മടങ്ങിയെത്തിയ രാവണനെ കാണുവാൻ ശൂർപ്പണഖ എത്തി. സഹോദരന്റെ പാദത്തിങ്കൽ വീണുകിടന്ന് അവൾ ഉറക്കെ വിലപിച്ചു. സ്വന്തം സഹോദരിയോട് ഇത്രയും ക്രൂരത കാണിക്കുവാൻ അങ്ങേക്കെങ്ങനെ മനസ്സുണ്ടായി? എൻ്റെ ഭർത്താവിനെ കൊന്ന് എന്നെ വിധവയാക്കിയില്ലേ? അവളെ സമാധാനിപ്പിക്കുവാൻ രാവണൻ പറഞ്ഞു, ദുഃഖിക്കേണ്ട, നിന്റെ ഏതൊരാഗ്രഹവും സാധിച്ചു തരാൻ ഞാനുണ്ട്. എനിക്ക് മാപ്പ് തരിക. യുദ്ധം കൊടുമ്പിരിക്കൊണ്ട വേളയിൽ ശത്രുവാര് മിത്രമാര് എന്ന് തിരിച്ചറിയുവാനാവാത്തതിനാൽ സംഭവിച്ച അബദ്ധമാണത്. അനന്തരം ശൂർപ്പണഖയെ ദണ്ഡകാരണ്യത്തിൽ താമസിപ്പിക്കുന്നതിന് വേണ്ട ഒരുക്കങ്ങൾ രാവണൻ ചെയ്തു. ഇളയമ്മയുടെ പുത്രനായ ഖരൻ എന്ന രാക്ഷസൻ ഉടൻ തന്നെ 14,000 ഭടന്മാരുമായി ദണ്ഡകാരണ്യത്തിലേക്ക് പുറപ്പെട്ടു. ഖരന്റെ സംരക്ഷണയിൽ സർവ്വ സൗഭാഗ്യങ്ങളോടും കഴിയുവാൻ ശൂർപ്പണഖയെ യാത്രയാക്കി രാവണൻ. അത് കഴിഞ്ഞ ഉടനെ ദേവന്മാരെ വെല്ലുവിളിക്കുവാനായി രാവണൻ കൈലാസത്തിലേക്ക് പുറപ്പെട്ടു. അവിടെ എത്തിയപ്പോഴേക്കും സൂര്യാസ്തമനം നടന്നു കഴിഞ്ഞിരുന്നതിനാൽ രാവണൻ അവിടെ തമ്പടിക്കുവാൻ തീരുമാനിച്ചു. മലമുകളിലിരുന്ന് ചുറ്റുപാടും വീക്ഷിച്ചപ്പോൾ ദേവന്മാർ ലീലാവിലാസങ്ങളിൽ ഏർപ്പെടുവാൻ ഉപയോഗിച്ചിരുന്ന മനോമോഹനങ്ങളായ വനങ്ങളും തടാകങ്ങളും കാണുകയുണ്ടായി. കുബേരന്റെ കൊട്ടാരത്തിൽ നിന്ന് ഉയർന്നു വന്ന അപ്സര ഗാനങ്ങൾ രാക്ഷസരാജാവിന്റെ കാതിലുമെത്തി. അത്യന്തം സുഖകരമായ ആ ദൈവിക അന്തരീക്ഷത്തിന്റെ ശോഭ വർദ്ധിപ്പിക്കുവാൻ മന്ദമാരുതൻ സുഗന്ധവാഹിയായി ഒഴുകിക്കൊണ്ടിരുന്നു. ആ വേളയിൽ രംഭ എന്ന അതിസുന്ദരിയായ അപ്സരസ് അതിലെ കടന്നു പോവുകയായിരുന്നു. അവളുടെ അതുല്യമായ ആകാരഭംഗിയും അത് വർദ്ധിക്കുമാറ് ധരിച്ചിരുന്ന വിശിഷ്ട വസ്ത്രങ്ങളും കിലുങ്ങുന്ന ആഭരണങ്ങളുമെല്ലാം കൂടി രാവണന് അവളിൽ അടക്കുവാനാകാത്ത അഭിനിവേശമുണ്ടാക്കി. ഇരിപ്പിടത്തിൽ നിന്ന് ഒരു കുതിപ്പിൽ രംഭയുടെ അരികിലെത്തിയ രാവണൻ അവളുടെ കയ്യിൽ കടന്നു പിടിച്ചു. കാമശരങ്ങളാൽ തുളയ്ക്കപ്പെട്ട ഹൃദയവുമായി രാവണൻ കൊഞ്ചി, ഹേ അതിസുന്ദരിയായവളെ, നിന്റെ മധുരസ്മേരവദനവും നിറഞ്ഞതും സുന്ദരവുമായ സ്ഥലങ്ങളും അരക്കെട്ടും ഊരുക്കളും ഒന്നു ചേർന്ന് എൻ്റെ ഹൃദയം കവർന്നിരിക്കുന്നു. നിന്നെ കണ്ടുകഴിഞ്ഞ നിലയ്ക്ക് ഇനി നിന്നെ പിരിയുവാൻ എനിക്കാവില്ല. എന്നേക്കാൾ കേമനായ ആരെ കാണുവാനാണ് നീ പോയിക്കൊണ്ടിരിക്കുന്നത്? എന്നെ നിന്റെ കാന്തനായി സ്വീകരിച്ച് എൻ്റെ ഒപ്പം പോരുക. നിന്റെ ഈ അനുപമ സൗന്ദര്യം അനുഭവിക്കുവാൻ സർവദാ യോഗ്യൻ ഞാൻ മാത്രമാണെന്നറിയുക. രംഭ കോപാകുലയായി മറുപടി ചൊല്ലി, എന്നോടിങ്ങനെ സംസാരിക്കുകയരുത്. കാരണം അങ്ങ് എനിക്ക് പിതൃതുല്യനാണ്. ഞാൻ അങ്ങയുടെ പുത്രഭാര്യയും. രാവണൻ വാദിച്ചു. സ്വന്തം മകന്റെ ഭാര്യ മാത്രമേ പുത്രവധു ആവുകയുള്ളൂ. രംഭ പറഞ്ഞു, അത് ശരിയാണ്. പക്ഷേ ഞാൻ അങ്ങയുടെ സഹോദരപുത്രനായ നളകുബേരന്റെ ഭാര്യയാണ് എന്നറിയുക. ഞാനിപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ അരികിലേക്കാണ് പോകുന്നതും. അതിനാൽ രാക്ഷസ രാജാവേ, ധർമ്മം പാലിച്ച് എന്നെ പോകുവാൻ അനുവദിക്കുക. നല്ല ഉപദേശങ്ങളിൽ ഒരിക്കലും താല്പര്യം കാണിച്ചിട്ടില്ലാത്ത രാവണൻ ഈ അവസരത്തിലും അങ്ങനെ തന്നെ പ്രവർത്തിച്ചു. നിന്റെ വാദം ഏകപതിവ്രതക്കാരായ സ്ത്രീകൾക്ക് മാത്രമേ ചേരുകയുള്ളൂ. അപ്സരസുകൾക്ക് യഥാർത്ഥത്തിൽ ഭർത്താവായി ആരും ഉണ്ടാകാറില്ല എന്നതിനാൽ നിന്നെ ഒരു പതിവ്രതയായി കണക്കാക്കേണ്ടതില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്രകാരം ചൊല്ലിക്കൊണ്ട് രാവണൻ രംഭയെ ബലാത്കാരമായി ഒരു പരന്ന പാറയിലേക്ക് വലിച്ചു കിടത്തി അനുഭവിച്ചു. ഒടുക്കം മോചിതയായ നേരം അഴിഞ്ഞുലഞ്ഞ മുടിയും വസ്ത്രങ്ങളുമായി അവൾ നളകുബേരന്റെ അരികിലേക്ക് ഓടിച്ചെന്നു. രാവണന്റെ ദുർവൃത്തിയെക്കുറിച്ച് അറിഞ്ഞ നളകുബേരൻ ഉഗ്രകോപത്തിന് അടിമയായി. എങ്കിലും ധ്യാനനിരതനായിട്ടിരുന്നു. രംഭയുടെ കഥ സത്യമാണോ എന്ന് പരിശോധിച്ച് അറിഞ്ഞ ശേഷം ജലം തൊട്ട് ഒരു ശാപം ഉരുവിട്ടു. ഇനി എന്നെങ്കിലും ഒരു സ്ത്രീയുടെ സമ്മതത്തോടെ അല്ലാതെ അവളെ അനുഭവിക്കുവാൻ തുനിയുന്ന പക്ഷം രാവണന്റെ ശിരസ്
7 കഷ്ണങ്ങളായി ചിതറി വീഴട്ടെ. ഈ ശാപവചനം കേട്ട ദേവന്മാർ ആനന്ദസാഗരത്തിൽ ആറാടി. അതിനാൽ അവർ കുബേരപുത്രനെ പുഷ്പവർഷത്താൽ ആദരിച്ചു. ഈ ശാപത്തെക്കുറിച്ചറിഞ്ഞ ഉടൻ രാവണൻ ബലാത്സംഗം എന്ന സ്വഭാവം പാടെ ഉപേക്ഷിക്കുകയും ചെയ്തു. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു.